ആറ്റംസ് ചേർന്നുണ്ടാക്കുന്ന പാർട്ടിക്കിളിനെയാണ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ആറ്റം ഒരു പാർട്ടിക്കിളാണ്. ഈ ആറ്റം എന്ന് പറയുന്ന പാർട്ടിക്കിൾ ചേർന്നുണ്ടാകുന്ന കുറച്ചുകൂടെ വലിയ പാർട്ടിക്കിളിനെ എന്ത് വിളിക്കും? നമ്മൾ മോളിക്യൂൾ എന്ന് വിളിക്കും. അതും പാർട്ടിക്കിൾ തന്നെയാണ് അല്ലെ. മോളിക്യൂൾസ് ആർ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് അല്ലെ. ആറ്റമുകൾ ചേർന്നുണ്ടാകുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ മോളിക്യൂൾ എന്ന് വിളിക്കും. എന്നാലേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭൂമിയിൽ നമുക്ക് മോളിക്യൂൾസുകളെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3 ടൈപ്പ് മോളിക്യൂൾസ് കിട്ടും നമുക്ക്. ഒന്നെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ എന്തായിരിക്കും? മോണോ അറ്റോമിക് ആയിരിക്കും, ഒരാറ്റം കൊണ്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും. അതിന് ഉദാഹരണം ആരാ? ഹീലിയം, നിയോൺ, സോഡിയം ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ? മോണോ അറ്റോമിക് മോളിക്യൂൾസിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ശരി. എന്നാൽ ഇനി എന്താണ്? ഡയറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. 2 ആറ്റമുള്ള മോളിക്യൂൾസ്. നിങ്ങൾ നോക്കൂ, എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. H2, O2, N2, Cl2, F2, Br2, I2. 2 മോളിക്യൂൾസ് അല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി. മോളിക്യൂൾസ് ആറ്റവും കണ്ടെത്താൻ അറിഞ്ഞൂടായെങ്കിൽ എന്താണ് +1 പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഹൈഡ്രജൻ അല്ലെ, H2 എന്ന് വെച്ചാൽ അവിടെ 2 എന്ന് കാണിക്കുന്ന 2 ആറ്റംസ് ആണ്. ഹൈഡ്രജൻ ഒരു മോളിക്യൂൾ ആണ്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പുറത്ത് നോക്കൂ, HCl അതും ഒരു മോളിക്യൂൾ അല്ലേ? അവിടെയും 2 ആറ്റം അല്ലേ? ഒന്ന് ഹൈഡ്രജൻ അല്ലേ, അടുത്ത് ക്ലോറിൻ അല്ലേ? CO കാർബൺ മോണോക്സൈഡ് 2 ആറ്റം അല്ലേ? NO 2 ആറ്റം അല്ലേ? HF 2 ആറ്റം അല്ലേ? HBr 2 ആറ്റം അല്ലേ? ആണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇതിലെല്ലാം 2 ആറ്റമുള്ള മോളിക്യൂൾസ് ആണ്. 2 ആറ്റമുള്ള മോളിക്യൂൾസ് ആണ് ഇവരെല്ലാം. പക്ഷേ ഇവരൊക്കെ 2 ആറ്റമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതെല്ലാം ഒരു ആറ്റം അല്ല, 2 ആറ്റമുള്ള മോളിക്യൂൾസ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഈ 2 ആറ്റമുള്ള മോളിക്യൂൾസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവർ 2 ടൈപ്പിലുണ്ട്. ഇവരെന്താണ്? 2 ടൈപ്പിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഇവരെ നോക്കൂ മക്കളെ, ഇവരെ H2നെ നോക്കൂ. നിങ്ങൾ H2നെ മാത്രം നോക്ക്. H2നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? പറ മക്കളെ, എന്ത് മനസ്സിലാവും? ഇവർ 2 ആറ്റവും ഹൈഡ്രജൻ ആണ്. 2 ആറ്റവും ആരാണ്? ഹൈഡ്രജൻ ആണ്. എന്നാൽ HCl നിങ്ങൾ നോക്ക്, 2 ആറ്റവും ഹൈഡ്രജൻ ആണോ? അല്ല, ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പോ ഇതിലും 2 ആറ്റം, ഇതിലും 2 ആറ്റം. ഇവർ രണ്ടുപേരെയും ഡയറ്റോമിക് എന്നാണ് വിളിക്കുന്നത്. 2 ആറ്റമുള്ള മോളിക്യൂൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ കാണുന്ന 2 ആറ്റവും എന്താണ്? ഒരുപോലത്തെ 2 ആറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപോലെ വന്നാൽ എന്ത് വിളിക്കും? ഹോമോ എന്ത് വിളിക്കും? ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾ. എന്നാൽ ഇവിടത്തെ 2 ആറ്റവും വ്യത്യസ്ത ആറ്റമായതുകൊണ്ട് അവരെ നമ്മൾ ഹെട്രോ ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് വിളിക്കും. മോളിക്യൂൾസ് മേഡ് അപ്പ് ഓഫ് 2 ആറ്റംസ് ആണെങ്കിൽ ഹെട്രോ, ഒരു ആറ്റം ആണെങ്കിൽ എന്ത് വിളിക്കും? ഹോമോ. ഇതൊന്നും നിങ്ങൾക്ക് വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മോളിക്യൂൾസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പോളി അറ്റോമിക് മോളിക്യൂൾസ്. മോണോ മീൻസ് ഒരെണ്ണം, ഡൈ മീൻസ് 2 എണ്ണം, പോളി മീൻസ് മെനി. ഓക്കെ, 3ഉം അതിൽ കൂടുതലും. ഫോർ എക്സാമ്പിൾ O3 ഓസോൺ, P8 മീൻസ് ഫോസ്ഫറസ് അല്ലേ? ഫോസ്ഫറസ് 8 ആണ് കേട്ടാ. P8 എന്ന് വെച്ചാൽ എന്താണ്? ഫോസ്ഫറസ്. കാർബൺ ഡയോക്സൈഡ് എത്ര ആറ്റം ഉണ്ട് മക്കളെ? നോക്ക്, എന്താണ്? 1 കാർബണും 2 ഓക്സിജനും. എന്താണ്? 1 കാർബണും 2 ഓക്സിജനും. ഓക്കെ, 3 എണ്ണം അല്ലേ? ഇനി നോക്ക്, C6H12O6 നമ്മുടെ ഗ്ലൂക്കോസ് അല്ലേ? നമ്മുടെ ഗ്ലൂക്കോസിൽ എത്ര ആറ്റംസ് ഉണ്ട്? ആവശ്യം പോലെ ഉണ്ട്. 6 + 12 + 6 മൊത്തം കൂടി 24 ആറ്റംസ് ഉണ്ട്. ആവശ്യം പോലെ ആറ്റംസ് ആയില്ലേ? അപ്പൊ അതിനെ നമുക്ക് ഡയറ്റോമിക് എന്ന് വിളിക്കാൻ പറ്റുമോ? മോണോ അറ്റോമിക് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇതിനെ വിളിക്കും നമ്മൾ പോളി അറ്റോമിക് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പോളി അറ്റോമിക് എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമ്മൾ അതും പഠിച്ചു.